ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് കുറച്ചധികം ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ക്വിക്കായിട്ടുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് ഒന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് ബുക്ക് റെക്കമെൻഡേഷൻസ് ആണ്. എൻ്റെ ഓഡിയൻസിൽ എനിക്കറിയാം ഒരുപാട് പേർക്ക് ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ബുക്ക് വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ബുക്ക് വായിച്ചാൽ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയുന്ന ആൾക്കാരുണ്ട്. അത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നറിയാം. പക്ഷേ എന്നാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ബുക്ക്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഞാൻ അൾട്ടിമേറ്റ് ബിഗിനേഴ്സിനും പിന്നെ കുറച്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അത്യാവശ്യം കുറച്ച് വായിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ബുക്സ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. ചില ബുക്സ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ടുണ്ട്, ചിലതൊക്കെ ഞാൻ കിൻഡിലിൽ വായിക്കുന്നതാണ്. നിങ്ങൾ അൾട്ടിമേറ്റ് ബിഗിനർ ആണെങ്കിൽ കേട്ടോ, നിങ്ങൾ ഭയങ്കര ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയ്ക്ക് കട്ടിയുള്ള ബുക്സ് നിങ്ങൾ എടുക്കുക വേണ്ട. ചില ബുക്സ് ഫേമസ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ ബുക്സ് വായിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വൺസ് നമ്മൾ ആ റീഡിംഗ് എന്നുള്ള ഹാബിറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് ബുക്സ് ഏത് ടൈപ്പ് ബുക്സ് വേണമെങ്കിലും നമുക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളൊരു അൾട്ടിമേറ്റ് ബിഗിനറാണ്, നിങ്ങൾ ഇതുവരെ ബുക്സ് വായിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഫേമസ് ബുക്സ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസിൽ സ്റ്റാർട്ട് ചെയ്യുക. ഷോർട്ട് സ്റ്റോറീസ് എങ്ങനെ കിട്ടും? നമുക്ക് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ടാണെങ്കിലും കിട്ടും. ഇപ്പോൾ കിഡ്സ് ബുക്സ് ഉണ്ട്, കിഡ്സിൻ്റെ സ്റ്റോറി ബുക്സ്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റോറി ബുക്സ് ഉണ്ടാവും. ചിൽഡ്രൻസ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചതന്ത്ര കഥകൾ, ഈസോപ്പ് ഫേബിൾസ്, അങ്ങനെയുള്ള ഈസോപ്പ് ഫേബിൾസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കഥയായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറിയ ആർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കിയാലും മതി കേട്ടോ. ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് ഷോർട്ട് സ്റ്റോറീസ് ഒരു 5 minute റീഡ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കുകയാണെങ്കിൽ, ഫോർ ബിഗിനേഴ്സ് എന്നൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ കുറേ ഷോർട്ട് സ്റ്റോറീസ് വരും. ജസ്റ്റ് ഒരു 5 minutes നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സ്റ്റോറീസ് വേണ്ട, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്, ആ ടോപ്പിക്സ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മീഡിയമിലൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും. അല്ലെങ്കിലും ഏത് സൈറ്റ്സിൽ നോക്കിയാലും അതിനെക്കുറിച്ചുള്ള ബ്ലോഗൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതും റീഡിങ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബുക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബുക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. 50 pages 100 pagesലൊക്കെ ഉള്ള നിറയെ ബുക്സ് ഉണ്ട്. അങ്ങനെയുള്ള ബുക്സിൽ സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഷോർട്ട് സ്റ്റോറീസൊക്കെ കിട്ടും അങ്ങനെയുള്ളതിൽ. അല്ലെങ്കിൽ നോവൽസും ഉണ്ട്, 100 pagesന് താഴെയുള്ള നോവൽസ് ഉണ്ട്, അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈസ് ഹൂ മൂവ്ഡ് മൈ ചീസ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുമല്ലോ. അപ്പോൾ ഈ ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മളും അഡാപ്റ്റ് ചെയ്യണം, അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു കഥയാണ്. ഒരു 4 മൈസിൻ്റെ കഥയാണ്. റാറ്റ്, മൗസ്, എലിയുടെ 4 എലികളുടെ കഥയാണ്. അവർ ചീസ് തേടി പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ചേ ഉള്ളൂ, 100 pages ഒന്നും ഇല്ല, എനിക്കൊന്ന് ലെസ് ദാൻ 50 pages ഉള്ളൂ എന്ന് തോന്നുന്നു. അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. കുറേ നമുക്കൊരു ലെസൺസ് നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റീഡാണ്. അടുത്ത സജഷൻ സുധാമൂർത്തിൻ്റെ സ്റ്റോറീസാണ്. ആക്ച്വലി സുധാമൂർത്തിൻ്റെ ഏത് സ്റ്റോറീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാരണം സുധാമൂർത്തി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുന്ന ഒരു ഓഥറാണ്, ഇന്ത്യൻ ഓഥറാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രാൻഡ്മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതൊരു കളക്ഷനാണ്, സുധാമൂർത്തിൻ്റെ കുറേ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷനാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് നമുക്ക് തോന്നും. പഴയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അതിനകത്ത്. സുധാമൂർത്തിൻ്റെ എല്ലാ സ്റ്റോറീസും അങ്ങനെയാണ്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകും. സുധാമൂർത്തിനെ പോലെ തന്നെയുള്ള വേറൊരു ഓഥറാണ് റസ്കിൻ ബോണ്ട്. സെയിം ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ അത്രയും സിമ്പിൾ ലാംഗ്വേജിൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് എഴുതുന്ന ഒരു ഓഥറാണ് റസ്കിൻ ബോണ്ട്. അപ്പോൾ റസ്കിൻ ബോണ്ടിൻ്റെതും ഏത് ഷോർട്ട് സ്റ്റോറീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഐ സജസ്റ്റ് ദ ബ്ലൂ അംബ്രല്ല. ബ്ലൂ അംബ്രല്ല ഒരു പെൺകുട്ടീൻ്റെ സ്റ്റോറിയാണ്. ഒരു ബ്ലൂ അംബ്രല്ല കിട്ടും ഒരു പെൺകുട്ടിക്ക്. പിന്നെ ഉണ്ടാകുന്ന കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെയാണ്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ക്വിക്ക് റീഡാണ്. ഇനി 2 ബുക്സ് നോൺ ഫിക്ഷൻ്റെത് ഞാൻ പറയാം. 100 pages അല്ല, കുറച്ച് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്, 122 pages ഉണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇത് ആക്ച്വലി ഒന്നുമില്ല, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. നമ്മളെങ്ങനെ ടാസ്ക്സ് മാനേജ് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ഒരു ബിസി ഡേയിൽ, അങ്ങനെയുള്ള ഒരു ബുക്കാണ്. കുറച്ച് പ്രൊഡക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. ലാംഗ്വേജ് ഇസ് വെരി സിമ്പിൾ. പോലെ വേറൊരു ബുക്കാണ് ഡു ഇറ്റ് ടുഡേ. ഡു ഇറ്റ് ടുഡേയും 150 pages ഉണ്ട്. ടൈം മാനേജ്മെൻറ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ പ്രോക്രാസ്റ്റിനേഷനിലേക്കാണ് ഫോക്കസ് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബുക്കാണ്, ബിഗിനേഴ്സ് ലെവലിലുള്ളൊരു ബുക്കാണ്. ഓക്കെ, ഇനി 100 pages കൂടുതലുള്ള അല്ലെങ്കിൽ 150 pages കൂടുതലുള്ള പക്ഷെ എന്നാൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടൈപ്പ് ആയിട്ടുള്ളത് ഞാൻ പറയാം.
അതിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ആൽക്കമിസ്റ്റ് ആണ്. അപ്പോൾ ഇനിയുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട്, ഹാർഡ് കോപ്പി ഉണ്ട്. ആൽക്കമിസ്റ്റ് ആണ്. ആൽക്കമിസ്റ്റും ഒരു ഫേമസ് ബുക്കാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, പോലോ കൊയ്ലോൻ്റെ ആണ്. അയ്യോ, ഞാൻ ഓതേഴ്സിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ നേരത്തെ. ചില ബുക്സിൻ്റെ ഞാൻ എഴുതി കൊടുത്തേക്കാം അവിടെ. അപ്പോൾ പോലോ കൊയ്ലോൻ്റെ ആണ്. ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്, ഒരു ഷെപ്പേർഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദ ലാംഗ്വേജ് ഈസ് വെരി സിമ്പിൾ. ഞാൻ സജസ്റ്റ് ചെയ്തത് ഇറ്റ് ഹാപ്പൻഡ് ഇൻ എ സമ്മർ എന്ന് പറഞ്ഞ ബുക്കാണ്. ലയന ഗോപിനാഥിൻ്റെ ആണ്. ഇതാ ഇവിടെയുണ്ട്. ഇത് ആക്ച്വലി ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഞാൻ അധികം ഇത് കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതൊരു സ്കൂൾ ടൈം, ഒരു ടീനേജ് റൊമാൻസിൻ്റെ ഒരു സ്റ്റോറിയാണ്. 3 പേര് വരുന്ന ഒരു ലവ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു ബുക്കാണ്. വളരെ ഇൻവെസ്റ്റഡ് ആയിട്ട് വായിക്കും. ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇറ്റ് ഹാപ്പൻഡ് ഇൻ എ സമ്മർ. നെക്സ്റ്റ് ഇസ് വിൽ യു സ്റ്റിൽ ലവ് മീ ബൈ രവീന്ദർ സിംഗ്. രവീന്ദർ സിംഗിൻ്റെ ബുക്സ് ഓൾമോസ്റ്റ് എല്ലാം ഒരു ലവ് സ്റ്റോറി അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജോണറിൽ വരുന്നതാണ്. ട്രാജഡിയൊക്കെ വരുന്നുണ്ട്, ഇമോഷണൽ മൊമെൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റീഡാണ്. ബിഗിനർ ലെവലിൽ തന്നെ നോൺ ഫിക്ഷനായിട്ട് ഞാൻ 3 റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ് തന്നെയാണ്. അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ഉണ്ട്. എല്ലാവരും അറ്റോമിക് ഹാബിറ്റ്സ് റെക്കമെൻഡ് ചെയ്യും. എനിക്ക് പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് ഞാനൊരു കംപ്ലീറ്റ് ബിഗിനർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ദ ബുക്ക് ഈസ് അമേസിങ്. അത് ബുക്കിനെ കുറിച്ചല്ല, ബുക്ക് അടിപൊളിയാണ്. നമുക്കൊരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമുക്കൊന്ന് നമ്മളുടെ ഹാബിറ്റ്സൊക്കെ ഒന്ന് അഴിച്ചു പണിഞ്ഞ് ആദ്യമേ ഫ്രം സ്ക്രാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനും ഒരുപാട് നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നൊരു ബുക്കാണ്. ഒരുപാട് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ കാര്യം അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻ പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യം നമ്മൾ ടിപ്പായിട്ട് പറയുമ്പോഴും അതിനെ ബാക്ക് ചെയ്യുന്ന സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും കൂടുതൽ പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു ലാഗായിട്ട് തോന്നും. എന്തായാലും ഞാനിത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ ഓഡിയോ ക്യാപ്ചർ ആയില്ല കേട്ടോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൈക്കിൻ്റെ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചതും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് ബിഗിനേഴ്സ് ലെവലിൽ തന്നെ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള കുറച്ച് ബുക്സാണ്. അതിലാദ്യം ഞാൻ പറയുന്നത് ദ ആർട്ട് ഓഫ് ബീയിങ് എലോൺ എന്ന് പറഞ്ഞ ബുക്കാണ് ബൈ രേണുക ഗവ്റാണി. രേണുക ആക്ച്വലി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഒരു ഓഥറാണ്. വേറൊരു ബുക്കും കൂടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. നമുക്ക് പല സ്റ്റേജസിലും നമ്മൾ അങ്ങനത്തെ ഫേസിലൂടെ പോയിട്ടുണ്ടാവും. പല സ്റ്റേജസിലും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ പല പാർട്സ് ചൂസ് ചെയ്ത് പോകുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ലോൺലി ആണ്, നമുക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര റിലേറ്റബിൾ ആണ്. പിന്നെ എക്സ്ട്രീംലി സിമ്പിൾ ലാംഗ്വേജ്. ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും, നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയതുകൊണ്ട്. ബേസിക്കലി ഈ ബുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഫുൾ പാർട്ട് വന്നിട്ട് എന്താണ് ഈ ലോൺലിനെസ്, അത് കുറച്ച് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും കൊടുക്കുന്നുണ്ട്. പിന്നെ പല എക്സാമ്പിൾസും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് അതിനെക്കുറിച്ച് മാത്രം, സോളിറ്റ്യൂഡ് എന്നുള്ളൊരു ടേമിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്ത റെക്കമെൻഡേഷൻ ഫേമസ് ആയിട്ടുള്ള ഡു എപ്പിക് ഷിറ്റ് എന്നുള്ള ബുക്കാണ്, അൻകൂർ വാരിക്കിൻ്റെ. ഈ ബുക്ക് ആക്ച്വലി ഒരു കണ്ടിന്യൂറ്റി ഉള്ളൊരു ബുക്കല്ല. അതായത് നമുക്ക് ബുക്കിൻ്റെ ഇൻട്രോയിൽ തന്നെ ഓഥർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് നമുക്കൊരു പേജ് എടുത്ത് അത് നമുക്ക് വായിക്കാം ആൻഡ് നമുക്ക് ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം എന്ന് പറയുന്നുണ്ട്. സോ അതങ്ങനെ തന്നെയാണ്. അതായത് നമ്മളൊരു കളക്ഷൻ ഓഫ് ട്വീറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പേജിലും ഓരോ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അഗെയിൻ വെരി സിമ്പിൾ ലാംഗ്വേജ്, നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ബൂസ്റ്റ് തരുന്ന ഒരു ബുക്കാണ്. ബേസിക്കലി കോട്ട്സ് എന്നുള്ള രീതിയിൽ വിചാരിച്ചാൽ മതി, പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് രീതിയിലുള്ള കോട്ട്സ് ആണ്. അതായത് ജസ്റ്റ് ഒരു സിംഗിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, പിന്നെ ഓഥറിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മിസ്റ്റേക്സ് ഓഥറിൻ്റെ ലൈഫിൽ വരുത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോട്ടിവേഷണൽ ഒരു റീഡാണെന്ന് വേണമെങ്കിൽ പറയാം.
ഇനി ലാസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർക്ക് ഒരു 3 ബുക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ, ദിസ് ഇസ് ഹൗ യു ഹീൽ ബൈ ബ്രയാന വീസ്റ്റ്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റൽ ആയിട്ടുള്ളൊരു ബുക്കാണ്. സോ നമുക്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ട്രോമാസ് ഒക്കെ ഉണ്ട് അല്ലേ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഒരുപാട് നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് പിന്നീട് നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി പറയുന്നത്. പിന്നെ ഇത് ഞാൻ അഡ്വാൻസ് ലെവലിൽ ഇട്ടത് വരുന്നത് കൊണ്ടല്ല, ഇതിൻ്റെ ലാംഗ്വേജ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ തന്നെയാണ്, ഭയങ്കര സിമ്പിളല്ല. അപ്പോൾ കുറച്ച് അവിഡ് റീഡേഴ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേഗം വായിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത്, ഒരുപാട് കട്ടിയൊന്നും അല്ല, പക്ഷേ എന്നാലും നമ്മൾ ഇച്ചിരി ഒന്ന് ടൈം എടുത്ത് വായിക്കേണ്ട ഒരു ബുക്കാണ്. ആൻഡ് കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കും. ഇതിൻ്റെ റീസെൻറ്റ് റീഡാണ്. സെക്കൻഡ് വണ്ണും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇത് ഞാൻ ഒത്തിരി വീഡിയോസിൽ ബിഗിനേഴ്സിന് വായിക്കാം എന്ന് പറഞ്ഞുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ബിഗിനേഴ്സിന് വായിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ബിക്കോസ് ഇത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്. ഫോർ ബിഗിനേഴ്സ് ഇത് ടഫായിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ ഒരുപാട് എക്സാമ്പിൾസും, നല്ല ബുക്കാണ് കേട്ടോ, അടിപൊളി ബുക്കാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കും. ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. സോ നല്ല ബുക്കാണ്. ഇന്നത്തെ ലാസ്റ്റ് ബുക്ക് റെക്കമെൻഡേഷനാണ് ദ മില്യനെയർ ഫാസ്റ്റ് ലെയിൻ ബൈ MJ DiMarco. ഈ ബുക്ക്, ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ് അതൊക്കെയാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അഗെയിൻ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ് നല്ലത്. പിന്നെ ഇത് നല്ല വലിയ ബുക്കാണ് കേട്ടോ, നല്ല കട്ടിയുള്ള ബുക്കാണ്. അപ്പോൾ കുറച്ച് സമയമെടുക്കും ഇത് വായിക്കാനായിട്ട്. എന്നാലും ഇത് കംപ്ലീറ്റ്ലി വേർത്താണ്. ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്നവർക്ക്, ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവർക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ കരിയറിലും. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കുറേ കോൺസെപ്റ്റ്സ് പഠിക്കാൻ, ഇഷ്ടംപോലെ കോൺസെപ്റ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ ബുക്കിൽ ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്കാണ് കുറച്ചുകൂടി നല്ല. പിന്നെ എപ്പോഴും ഭാവിയിലാണെങ്കിലും ഇപ്പോൾ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എപ്പോഴും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കിൻഡിലിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. സോ കിൻഡിലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. സോ ഇതാണ് എൻ്റെ കിൻഡിലിൽ ഞാൻ ബുക്സ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത ചില ബുക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കിൻഡിലാണ് വായിച്ചെന്നുള്ളത്. സോ ദിസ് ഇസ് ഹൗ എ കിൻഡിൽ ലുക്സ് ലൈക്ക്. അപ്പോൾ നമുക്കിങ്ങനെ വായിക്കാം. ഈ റീഡറാണ് ഇത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഫോൺ നോക്കുന്ന പോലെയല്ല, ഫോണിൽ LED സ്ക്രീനാണല്ലോ, ഡിസ്പ്ലേ ആണല്ലോ. ഇതിൽ വരുമ്പോൾ ഈ ഇങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഇത് പ്രിറ്റി മച്ച് ഒരു ബുക്ക് പോലെ തന്നെ തോന്നും. നമുക്ക് കണ്ണിന് വലിയ ഒരു ബുദ്ധിമുട്ടില്ല, ഒരുപാട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ പണ്ട് ഒരുപാട് നാൾ മുന്നേ ഞാൻ ബുക്സ് വായിക്കുന്നത് ഫോണിൽ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് വേദനയൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സ്ലോലി കിൻഡിലേക്ക് സ്വിച്ച് ചെയ്തത്. ബുക്സൊക്കെ നമ്മൾ എത്ര വാങ്ങിക്കും അല്ലേ, നമുക്ക് പൈസ നഷ്ടമാണ്, കോസ്റ്റ് ഒരുപാട് കൂടുതലാണ് ബുക്സിന്. അപ്പം കിൻഡിലാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് വളരെ ചെറിയ പൈസയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പബിൻ്റെ വേർഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. കിൻഡിൽ വേർഷനിൽ തന്നെ നമുക്ക് കിട്ടും ഡൗൺലോഡഡ് ഫയൽസായിട്ട്. അപ്പോൾ അങ്ങനെ വായിക്കാവുന്നതേ ഉള്ളൂ, ഏത് ബുക്ക് വേണമെങ്കിലും വായിക്കാം. ആൻഡ് ഇത് ഭയങ്കര ഫീസിബിളാണ്, നമുക്ക് പോർട്ടബിളാണ്, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വേഗം സ്പീഡിൽ വായിച്ച് തീർക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആക്ച്വലി കിൻഡിൽ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് സ്പീഡിൽ വായിക്കാൻ തുടങ്ങിയത്. പേപ്പർ ബാക്ക് വായിക്കുമ്പോൾ കുറച്ചൊരു തപ്പിത്തടഞ്ഞ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ എൻ്റെ റീഡിങ്ങിൽ എനിക്ക് തോന്നുന്നു ഒരു 70% ഞാൻ കിൻഡിലിൽ വായിക്കുന്നുണ്ട്. ആൻഡ് ബാക്കി 30% ഞാൻ ബുക്സ് വായിക്കുന്നുള്ളൂ. എന്തായാലും കിൻഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ചെയ്യാം.